നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേശീയ പുരസ്കാരം ഡൽഹി പോയി മേടിച്ചു. പ്രസിഡൻറ്റിൻ്റെ നിന്ന് മുർമു മേഡത്തിൻ്റെ നിന്നൊക്കെ അത് മേടിച്ചു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആദരവ് ഒരുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ഇടപെടുകയാണ്. ഇപ്പോൾ സജി ചെറിയാൻ, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, സിനിമാ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും തിരുവനന്തപുരത്തായിരിക്കും അല്ലെങ്കിൽ എറണാകുളത്തായിരിക്കും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് കേരളത്തിലെ അഭിനന്ദനവും ആരാധനവും തലസ്ഥാനത്ത് ആണ്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വൻ സ്വീകരണം ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോഹൻലാലിന് ലഭിച്ച ദേശീയ പുരസ്കാരത്തിന് കേരളത്തിന് ലഭിച്ച പുരസ്കാരമായിട്ടാണ് കാണുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുത്തതെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സംവിധാനങ്ങളാണ് കൊടുത്തതെങ്കിലും കേരളത്തിലുള്ള അംഗീകാരമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുകയാണ്. നരേന്ദ്രമോദി മോഹൻലാലിന് അഭിനന്ദനമൊക്കെ പറഞ്ഞ് മോഹൻലാലിന് ഒരു BJP ലൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയൊക്കെ അവിടെ ഉണ്ട്. ഇപ്പുറത്ത് അദ്ദേഹത്തിന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും BJPക്കൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, സംഘപരിവാറിനും തരില്ല, അദ്ദേഹം ഞങ്ങളെ ആളാണ് എന്നുള്ള പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കൂടി. അപ്പം മോഹൻലാലിന് ഒരു കൺഫ്യൂഷൻ വരും, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. മമ്മൂട്ടിക്ക് കൺഫ്യൂഷനില്ല, മമ്മൂട്ടി കൈരളി എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തിനെ കൂടെ നിൽക്കണം. മോഹൻലാലിന് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത്. അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ സൗകര്യം കൂടെ ഡേറ്റ് നോക്കിയിട്ടായിരിക്കും ഒരുക്കുക. അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു. കൗമുദി TVയിലെ പ്രതിവാദ പരിപാടിയിലാണ്, സ്ട്രേറ്റ് ലൈനിലാണ് നമ്മുടെ സജി ചെറിയാൻ ഇത് മനസ്സ് തുറന്നത്. അപ്പോൾ എന്തായാലും മോഹൻലാലിനെ അറിയിച്ചു കഴിഞ്ഞു. മോഹൻലാലിന് കേരളത്തിൻ്റെ വലിയ ആദരവ് വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടെ വരുന്നു. ഷാജി എൻ കരുൺ വലിയ സംവിധായകനായിരുന്നു, അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനായിരുന്നു, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് തലസ്ഥാനത്ത് സ്മാരകം വരികയാണ്. ഈ അടുത്തിടെ അന്തരിച്ചു പോയ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ഷാജി എൻ കരുണിന് ഉചിതമായ സ്മാരകം തിരുവനന്തപുരത്ത് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തീരുമാനവും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഉടൻ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. അപ്പോൾ മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും ഷാജി എൻ കരുൺ നൽകിയിട്ടുള്ള സംഭാവനകൾ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം വരുന്നു. അപ്പോൾ എന്തായാലും സിനിമാ രംഗത്തും കൂടി സീരിയസ് ആയി ഇടപെടാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ വാർത്തകളാണ് സജി ചെറിയാൻ പുറത്തുവിട്ടത്. മോഹൻലാലിന് തിരുവനന്തപുരത്ത് ലാലേട്ടൻ്റെ വലിയ പ്രകടനം നടത്താൻ ഒരു വലിയ ഈവൻറ്റ് മാനേജ്മെൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് സ്റ്റേഡിയത്തിലാണോ, അതിന് ഹാൾ പ്രോഗ്രാമാണോ, നിശാഗന്ധിയിലാണോ, ടാഗോർ തിയേറ്ററിലാണോ, തിരുവനന്തപുരത്ത് അത്തരം സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്. ചിലപ്പോൾ ഒരു വലിയ ജനകീയ പരിപാടിയായിട്ടാണോ, എങ്ങനെയാണ് ചെയ്യുന്നറിയില്ല. ഇനി ലാലേട്ടനെ ഈ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അമിതാഭ് ബച്ചൻ അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ താരനിര വരുമോ, കേന്ദ്രമന്ത്രി വരുമോ, സംസ്ഥാന മന്ത്രിമാരായിരിക്കുമോ, ആരായിരിക്കും കൂടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ രസകരമാണ്. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിനിടയിൽ ആഘോഷരാവുകളാണ്. അപ്പോൾ തീർച്ചയായും ലാലേട്ടൻ്റെ ആഘോഷവും വലിയ തോതിൽ നമ്മൾ ആഘോഷിക്കും.